ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഏക ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിസാരം. എന്തൊക്കെയുണ്ടടാ കുഞ്ഞു മക്കളെ നിങ്ങളുടെ വിശേഷങ്ങൾ? അപ്പം ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറച്ച് ദിവസമായി, സാരില്ല. അപ്പം ഞാൻ വന്നത് ഇതിനാണ്. അപ്പോൾ പക്ഷേ എനിക്കൊരു കാര്യം കൂടെ പറയണ്ട. എന്താണെന്നറിയാം, ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൊണ്ടിട്ട് ഇനി നിങ്ങൾ ലൈവ് ക്ലാസ്സിനും അതുപോലെ ക്ലാസ്സുകൾ കേൾക്കാനും വരാൻ പാടുള്ളൂ. കാരണം നിങ്ങളെല്ലാവരും പഠിക്കുന്ന കൂടെ അവരും കൂടെ പഠിക്കണ്ടേ, എന്നാലല്ലേ അടിപൊളിയാകത്തുള്ളൂ. നിങ്ങൾക്ക് USS കിട്ടുമ്പോൾ അവർക്കും കൂടെ കിട്ടണ്ടേ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾ നിർബന്ധമായിട്ട് പറയണം, മേഘകളിൽ USSൻ്റെ ക്ലാസ് ഉണ്ട്, എല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കാം. നിങ്ങൾ എല്ലാവരും വരും, നമുക്ക് രാത്രി USSൻ്റെ ക്ലാസ് ഏകനിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവുകളൊക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ചോദ്യം സിമ്പിൾ ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് എന്ന് കേട്ടോ. ഓക്കെ, ലേക്ക് സുപ്പീരിയർ തടാകവുമായി ബന്ധപ്പെട്ടത് ഏതെന്നാണ് ചോദ്യം. അപ്പം എൻ്റെ മക്കൾ അറിയണം, എവിടെയാണ് ഈ സുപ്പീരിയർ തടാകം? ഇന്ത്യയിലാണോ? അല്ല. ഏഷ്യയിലാണോ? അല്ല. ഇതുള്ളത് വടക്കേ അമേരിക്കയിലാണ്. ഏത് അമേരിക്ക? വടക്കേ അമേരിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ അമേരിക്കയിലാണ്. നമ്മുടെ അമേരിക്ക അവിടെ തന്നെ അമേരിക്കയിലാണുള്ളത്. അമേരിക്കയിലും കാനഡയിലുമായിട്ടാണ് കേട്ടോ. നോക്കടാ, വേൾഡ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ബൈ സർഫസ് ഏരിയ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ പറയാറുണ്ട് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ വിസ്തീർണം എന്ന് പറയാറില്ലേ, വിസ്തീർണം. ഓക്കെ, ഈ വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, വിസ്തീർണം വെച്ച് നോക്കുകയാണെങ്കിൽ, ഏരിയ വെച്ച് നോക്കുകയാണെങ്കിൽ, ഇതാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ശുദ്ധജല തടാകമാണിത്. അങ്ങനെയാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ശരിയാണോ തെറ്റാണോ നമുക്ക് അവസാനം പറയാം. ദ ഡീപ്പസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക്, ഏറ്റവും ആഴം കൂടിയ ശുദ്ധജല തടാകം. ആഴം കൂടിയത് ഇത് ലേക്ക് ബേക്കാലാണ്. റഷ്യയിലുള്ള ലേക്ക് ബേക്കാലാണ് ആഴം കൂടിയതും. ദ ഫ്രഷ് വാട്ടർ ലേക്ക് കണ്ടെയ്ൻസ് മോർ വാട്ടർ, ഇതും ബേക്കാൽ ലേക്കാണ്. ഓക്കെ, യെസ്, ഏറ്റവും കൂടുതൽ വെള്ളം ഉൾക്കൊള്ളുന്ന വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലുത്. അപ്പൊ ഇത് രണ്ടും അല്ല. ദ ഷാലോ ലേക്ക്, അതുമല്ല. അപ്പോൾ ഏതാ ശരി ഉത്തരം? ദ വേൾഡ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ബൈ സർഫസ് ഏരിയ. വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ, വലിപ്പത്തിൻ്റെ പരപ്പളവിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ലേക്ക് സുപ്പീരിയർ ആണ്. അതാണ് എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ മക്കൾ നോക്കേണ്ടത് അതാണ്. ഓക്കെ, യെസ്. അടുത്തതും ഇതുപോലെ ഒന്ന് നോക്കാം. ഗംഗാ നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സംസ്ഥാനം ഏതാണ്? ഇത് നമ്മുടെ ഇപ്പോൾ ഇന്ത്യ ഇങ്ങനെ വരച്ച് നമ്മൾ ഇവിടെ നമ്മുടെ കാശ്മീരൊക്കെ വരച്ചതാ, ഇങ്ങനെ വരച്ചതാ ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് ഇന്ത്യ എന്നൊക്കെ ജസ്റ്റ് തോന്നണം നിങ്ങൾക്ക്. ഓക്കെ, ഇങ്ങനെ വന്നു. ഓക്കെ, ഇന്ത്യ. ഓക്കെ, ഇങ്ങനെ വരച്ച ഇന്ത്യയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഗംഗാ നദി ഇങ്ങനെയാണ് ഒഴുകുന്നത്. ഈ ഒരു വഴിക്കാണ് ഗംഗാ നദി ഒഴുകുന്നത്. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ട്. ആസാമിലൂടെ ഗംഗാനദി പോകുന്നില്ല. വെസ്റ്റ് ബംഗാളിലൂടെ പോകുന്നുണ്ട്. ഉത്തരാഞ്ചൽ എന്നല്ല പറയേണ്ടത്, ഉത്തരാഖണ്ഡ് എന്നാണ് പറയേണ്ടത്. ഉത്തരാഖണ്ഡ്. ഓക്കെ, ഉത്തരാഖണ്ഡ് എന്നാണ് പറയേണ്ടത്. ഉത്തരാഖണ്ഡ്. ഓക്കെ, പശ്ചിമ ബംഗാൾ പറയുന്നുണ്ട്. പശ്ചിമ ബംഗാൾ. ഇതിൽ ഏതാണ് ശരിയുത്തരം? ഇവിടെ നമ്മുടെ ഉത്തർപ്രദേശ് ഉണ്ട്. ഉത്തർപ്രദേശ്. ഏതാണ് ശരിയുത്തരം എന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലൂടെയാണ് ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത്. ഓക്കെ, അത് അത്രേ ഉള്ളത്. കഴിഞ്ഞ് പിന്നെ ബീഹാർ അങ്ങനെ അങ്ങ് പോകും. ഓക്കെ, ഡൺ, ഫൈൻ. അടുത്തത്, എ കൺട്രി വെർ ഓക്സിജൻ പാർലേഴ്സ് എക്സിസ്റ്റ്. ഓക്സിജൻ വിൽക്കുന്ന കടകളുള്ള, ഓക്സിജൻ ശുദ്ധമായിട്ടുള്ള ഓക്സിജൻ കിട്ടുന്ന കടകൾ അല്ലെങ്കിൽ ഷോപ്പുകളൊക്കെ ഉള്ള പാർലറുകൾ, ബ്യൂട്ടി പാർലറൊക്കെ പോലെ പാർലറുകളുള്ള രാജ്യം ഏതാണ്? രാജ്യം. അടിപൊളി. ഓക്സിജൻ വിൽക്കുന്ന രാജ്യം. നമ്മളൊക്കെ ശ്വസിക്കാൻ വേണ്ടി വലിച്ചു വിട്ടാൽ മതി. ഓക്സിജൻ വിൽക്കുന്ന രാജ്യങ്ങളുണ്ട്, സത്യം, തമാശ പറഞ്ഞല്ല. ഇന്ത്യയല്ല, ഇന്ത്യയിൽ മിക്കവാറും തുടങ്ങേണ്ടി വരും. എന്തുകൊണ്ടാണ് ഓക്സിജൻ വിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പൊല്യൂഷനാണ്. പൊല്യൂഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, അത് മലിനീകരണം എന്ന് നമ്മൾ പറയും. നമ്മുടെ അന്തരീക്ഷ വായുവിനെ മലിനപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ എന്ത് ചെയ്യൂല, അത് ശ്വസിക്കാൻ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇന്ത്യയിലുള്ള വായുവൊക്കെ ഭൂരിഭാഗവും മലിനപ്പെട്ട വായുവാണ്, മലിനീകരണമുണ്ട്. അപ്പോൾ അതല്ല, അമേരിക്കയല്ല, ചൈനയല്ല, ജപ്പാനാണ് ഉത്തരം. നമ്മുടെ ജപ്പാൻ. ഓക്കെ, ജപ്പാനിലാണ് പാർലറുകൾ ഉള്ളത് കേട്ടോ. ഓക്കെ, അടുത്തത്, ക്വാണ്ടിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ ഇൻ ദ എർത്ത്. ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ അളവ് എത്രയാണ്? യെസ്, 5% അല്ല,
35 അല്ല, 4 അല്ല. ശരി ഉത്തരം കറക്റ്റ് പറഞ്ഞാൽ 3%. ബാക്കി 97% സാൾട്ട് വാട്ടറാണ്. സാൾട്ട് വാട്ടർ എന്ന് വെച്ചാൽ ഉപ്പ് വെള്ളമാണ്, അല്ലെങ്കിൽ നമ്മൾ പറയും കടൽ വെള്ളമാണെന്ന് പറയും. ഓക്കെ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വെള്ളമാണ്, കുടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വെള്ളമാണ്. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൽ തന്നെ വളരെ ചുരുക്കമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. കാരണം ഒരുപാട് ശുദ്ധജലം നിൽക്കുന്നത് ഹിമാനികളിലാണ്. ഹിമാനികൾ എന്ന് അറിയില്ലേ? ഹിമാനികൾ എന്ന് വെച്ചാൽ ഗ്ലേഷ്യർ എന്ന് ഇംഗ്ലീഷ് പറയും, ഗ്ലേഷ്യർ. ഓക്കെ, അവിടെയാണ്. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സോടെ പതിയെ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ദ ഫോളോയിങ് കോണ്ടിനെന്റ്സ് ദാറ്റ് ഹാവ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ഡെസേർട്ട്. ഏറ്റവും കൂടുതൽ മരുഭൂമികളുള്ള വൻകര ഏതാണ്? ഓക്കെ, യെസ്, തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നോർത്ത് അമേരിക്കയിലുള്ള മരുഭൂമിയാണ് മൊജാവെ ഡെസേർട്ട്. മൊജാവെ ഉണ്ട്, കാലിഫോർണിയ ഡെസേർട്ട്, ഇങ്ങനെ. യെസ്, നമ്മുടെ ആഫ്രിക്ക എടുത്തു കഴിഞ്ഞാൽ ആഫ്രിക്കയിലും കുറച്ച് ഡെസേർട്ടുകളുണ്ട്. അതാണ് ഒന്ന്, നമ്മുടെ ഏറ്റവും വലിയ മരുഭൂമിയായിട്ടുള്ള സഹാറ മരുഭൂമി. സഹാറയുണ്ട്, കലഹാരി. ഓക്കെ, കലഹാരി മരുഭൂമിയൊക്കെ. ഓക്കെ, ദ ഗ്രേറ്റ് സാൻഡി ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് സാൻഡി മരുഭൂമിയാണ് നമ്മുടെ ഓസ്ട്രേലിയയിലുള്ളത്. പിന്നെ നമ്മൾ വേറൊരു മരുഭൂമിയും കൂടി നിങ്ങൾ പഠിച്ചു കാണും ചിലപ്പോൾ, അറ്റകാമ. ഈ അറ്റകാമ മരുഭൂമി ഉള്ളത് തെക്കേ അമേരിക്കയിലാണ്. ഏത് അമേരിക്ക? തെക്കേ അമേരിക്കയിലാണ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യൻ്റെ കുഞ്ഞുമക്കൾ നല്ലപോലെ അങ്ങോട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഏഷ്യയിൽ എത്ര മരുഭൂമികളുണ്ട് ചോദിച്ചാൽ, താർ മരുഭൂമിയുണ്ട്, താർ. അതുപോലെ നമ്മുടെ ഗോബി മരുഭൂമിയുണ്ട്, ഗോബി എന്നൊക്കെ പറഞ്ഞ മരുഭൂമിയുണ്ട്. നോക്കണേ, താറുണ്ട്, താർ ഇങ്ങനെ എഴുതാറുണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ ഗോബി മരുഭൂമി. അതുപോലെ നമ്മുടെ അറേബ്യൻ മരുഭൂമിയുണ്ട്, അറേബ്യൻ. ഓക്കെ, ഇങ്ങനെ ഒരുപാട് മരുഭൂമികൾ എവിടെയുണ്ട്? ഏഷ്യയിലുണ്ട്. ഏറ്റവും കൂടുതൽ മരുഭൂമികളുള്ള കോണ്ടിനെൻ്റ് വൻകര ചോദിച്ചാലും നമ്മൾ പറയേണ്ടത് ഏഷ്യയാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അറിയേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനത്തെ രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഏഗൺ തരുന്നത്. അപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യം മറക്കണ്ട. ഏത് ക്ലാസ് ആണെങ്കിലും ഹബീബി കം ടു ഏഗണിലുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, USS നമ്മൾ നേടും. 7ാം ക്ലാസ് നമ്മൾ സെറ്റാക്കും. താങ്ക് യു, ബൈ, സീ യു.